നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചോറ്റാനിക്കരയിൽ ജീവനൊടുക്കിയ 16-കാരി. തന്റെ കൊറിയൻ കാമുകൻ അല്ലെങ്കിൽ തന്റെ കൊറിയൻ ആൺ സുഹൃത്ത് മരണപ്പെട്ടു എന്നതിന്റെ വേദന സഹിക്കാതെ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയ പെൺകുട്ടി. ആ മരണത്തിൽ ദുരൂഹതകൾ ഒരുപാടുണ്ടെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് വെറും 16 വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി, മലയാളി പെൺകുട്ടിയോട് സ്നേഹത്തോടെയുള്ള സംഭാഷണം എങ്ങനെ ഒരു കൊറിയൻ യുവാവ് നടത്തി എന്നുള്ള സംശയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇനി ഈ ഹാൻഡിൽ, അതായത് ഈ പറയുന്ന കൊറിയൻ ആൺ സുഹൃത്ത് എന്ന് അവകാശപ്പെടുന്ന ഇയാൾ എങ്ങനെയാണ് ഈ പെൺകുട്ടിയുമായി സംസാരിച്ചിരുന്നത്? ഇൻസ്റ്റഗ്രാം വഴി. ആ ഇൻസ്റ്റഗ്രാമിൽ വെറും 19 ആളുകൾ മാത്രം ഫോളോ ചെയ്യുന്ന ഒരു അക്കൗണ്ട്, അങ്ങനെ ഒരു അക്കൗണ്ട് യഥാർത്ഥത്തിൽ ഒരു കൊറിയക്കാരൻ്റേത് തന്നെയായിരുന്നു എന്നുള്ള സംശയങ്ങളായിരുന്നു നിലനിന്നത്. ഇപ്പോഴിതാ ഈ ദുരൂഹതകൾ ആരോപിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഇതിൻ്റെ മറ്റൊരു തലത്തിലേക്കുള്ള സംശയങ്ങൾ കൂടെ വരികയാണ്. അതായത് ഈ പെൺകുട്ടിക്ക് കൊറിയൻ ഭ്രമം ഉണ്ടായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് അവരുടെ ബന്ധുക്കൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സംഭവം അറിയുന്ന ആരോ തന്നെയാണ് ഇതിന് പിന്നിൽ എന്നുള്ള സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതായത് ആദിത്യയുടെ കൊറിയൻ ഭ്രമം അത് മുതലെടുക്കാൻ അവസരം കാത്തിരുന്ന ഒരു കഴുകൻ ഉണ്ടായിരുന്നു എന്നത് വ്യക്തം. വളരെ നിർണായകമായിട്ടുള്ള ചില തെളിവുകൾ ഇപ്പോൾ ആദിത്യയുടെ പിതാവ് മഹേഷ് നൽകുകയാണ്. ദുരൂഹതകൾ ആരോപിച്ച് പിതാവ് രംഗത്തേക്ക് വരുമ്പോൾ പറയുന്നത് മകളുടെ മരണത്തിൽ മറ്റാരുടെയോ ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയും. കൊറിയൻ യുവാവിന്റെ മരണത്തിൽ മനനൊന്ത് മകൾ മരിച്ചെന്ന് വിശ്വസിക്കാൻ തങ്ങൾക്കാകില്ല. മകളുടെ കൊറിയൻ സ്നേഹം അറിയാവുന്ന ആരോ ഒരാൾ അവളെ കബളിപ്പിച്ചതാകാം എന്നാണ് മഹേഷ് നൽകുന്ന സൂചന. സംഭവത്തിൽ മകളുടെ ചില കൂട്ടുകാരുടെ പങ്ക് സംശയിക്കുന്നതായിട്ടും മഹേഷ് ഇപ്പോൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയാണ്. മകൾക്ക് കൊറിയൻ പാട്ടും അവരുടെ രീതികളും ഭാഷയും ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുത. ഇത് മനസ്സിലാക്കി അറിഞ്ഞ ആരോ ഒരാൾ തൻ്റെ കുഞ്ഞിനെ പറ്റിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയതാണ് ഇതെല്ലാം. ഭാഷ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ സഹായിക്കുക മാത്രമാണ് തങ്ങൾ മാതാപിതാക്കൾ ചെയ്തതെന്നും അവർ പറയുന്നു. അതല്ലാതെ കൊറിയൻ സുഹൃത്തുണ്ടെന്ന് ഒരിക്കലും തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നും അവളുടെ സുഹൃത്തുക്കൾക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞാലേ നമുക്ക് ഇതിനെ വല്ലതും അറിയാൻ സാധിക്കുകയുള്ളൂ എന്നും വളരെ ദയനീയമായിട്ട് പറയുകയാണ് ആ പിതാവ്. എന്തായാലും 1-2 സുഹൃത്തുക്കളെ കുറിച്ച് വിവരങ്ങൾ അന്വേഷിച്ച് അറിയണമെന്ന് പോലീസിനോട് പറഞ്ഞിരിക്കുകയാണ് പെൺകുട്ടിയുടെ പിതാവ്. ഒരു കുട്ടി ഇതുവരെ വന്ന് കാണാനോ സംസാരിക്കാനോ പോലും തയ്യാറാകാതിരിക്കുന്നത് ദുരൂഹമാണ്. അവളുമായിട്ടായിരുന്നു തൻ്റെ മകൾക്ക് ഏറ്റവും വലിയ അടുപ്പം എന്നാണ് പിതാവ് വെളിപ്പെടുത്തുന്നത്. ഞങ്ങളെ കാണാനുള്ള ബുദ്ധിമുട്ടാണോ അതോ അവൾ മറ്റെന്തിനെയെങ്കിലും ഭയക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ആദിത്യയുടെ പിതാവ് ചോദിക്കുന്നത്. ആ സ്കൂളിലേക്ക് പെൺകുട്ടി പിന്നീട് പോയിട്ടില്ല എന്ന് അറിയാൻ സാധിക്കുന്നു എന്നും അതുകൊണ്ട് ഈ മരണത്തിന് പിന്നിൽ എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ആദിത്യയുടെ കുടുംബവും. നേരത്തെ കുട്ടിയുടെ അധ്യാപകനും ഇതേ സംശയങ്ങൾ ഉന്നയിച്ച് രംഗത്തേക്ക് വന്നിരുന്നു. കൊറിയൻ സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മഹത്യാക്കുറിപ്പിൽ തൻ്റെ കൊറിയൻ സുഹൃത്ത് ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് വേദന സഹിക്കാൻ സാധിക്കാതെയാണ് താൻ മരണപ്പെടുന്നത് എന്നൊക്കെ പെൺകുട്ടി രചിച്ചതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതിൽ ചില സംശയങ്ങളുണ്ട് എന്നായിരുന്നു പെൺകുട്ടിയുടെ അധ്യാപകന്റെയും വെളിപ്പെടുത്തൽ. കുട്ടിക്ക് സമ്മാനമായിട്ടൊരു വാച്ച് കിട്ടിയിരുന്നു. ആ കിട്ടിയ വാച്ചും ഇത്തരത്തിൽ സംശയങ്ങൾക്ക് അടിസ്ഥാനപരമായി മാറുന്നു എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. അതായത് സമ്മാനമായി കൊറിയയിൽ നിന്ന് ലഭിച്ച വാച്ച് എന്നുള്ള രീതിയിൽ പെൺകുട്ടി കാണിച്ച വാച്ച് യഥാർത്ഥത്തിൽ ഒരു ലോക്കൽ വാച്ചായിരുന്നു. അത് തിരിച്ചറിയാൻ പോലും ആ 16 വയസ്സുകാരിക്ക് സാധിച്ചില്ല എന്നതാണ് ഒരുപക്ഷെ ഇന്ന് അവളുടെ ജീവൻ പോലും നഷ്ടപ്പെടാൻ സാഹചര്യം ഒരുക്കിയതെന്ന് യാഥാർത്ഥ്യമാണ്. കുട്ടി ഫോളോ ചെയ്ത ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കൊറിയൻ ബന്ധം സൂചിപ്പിക്കുന്ന തരത്തിൽ ഒന്നും തന്നെ കണ്ടെത്താനായില്ല എന്ന് ഇപ്പോൾ പോലീസ് കൂടെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മരണത്തിന് പിന്നിൽ ഒരു കൊറിയക്കാരനല്ല, മറിച്ച് ആദിത്യയെ അടുത്തറിയാൻ സാധിക്കുന്ന ഒരാൾ തന്നെയാണ് എന്ന സൂചനകളിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. പോലീസിനും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം തെളിവുകളൊന്നുമില്ലാതെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത പോലെയുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. കുട്ടിയുടെ ഫോൺ തുറന്ന് പരിശോധിച്ചത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് എന്നുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ആ പരിശോധനകളിലും ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് പോലീസുകൾ പറയുന്നത്. ചാറ്റുകളെല്ലാം മായ്ച്ച നിലയിൽ തന്നെയായിരുന്നു പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അടക്കം ഉണ്ടായത്. സംഭവത്തിൽ ഇതുവരെ ഒന്നും തന്നെ തെളിവായി കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ള നിസ്സഹായ അവസ്ഥയിൽ പോലീസും നിൽക്കുമ്പോൾ ആ കൊലയാളി അവിടെ മറുവശത്തിരുന്ന് ചിരിക്കുകയാണോ എന്നതാണ് ചോദ്യം. പെൺകുട്ടിക്ക് കൊറിയൻ സുഹൃത്തുണ്ട് എന്നതിൽ തെളിവൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തം
വ്യക്തമാക്കുന്നത്. കൊറിയൻ ഭാഷ പഠിക്കാൻ കുട്ടി താല്പര്യം കാണിച്ചിരുന്നു എന്നുള്ളത് പോലീസും മനസ്സിലാക്കുന്നു. കൊറിയൻ സിനിമകളോടും പെൺകുട്ടിക്ക് പ്രണയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ കൊറിയൻ സുഹൃത്തുണ്ട് എന്നതിൽ ഇതുവരെ ഒരു തെളിവും ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. കുട്ടിയുടെ കൂട്ടുകാരുടെ മൊഴിയും കൊറിയൻ ബന്ധമുണ്ടെന്നതിന്റെ സൂചനകൾ ഇല്ല എന്നാണ് വ്യക്തമാക്കുന്നതെന്നും എറണാകുളം റൂറൽ SP വ്യക്തമാക്കി. പെൺകുട്ടിയുടെ ഫോൺ പരിശോധിച്ചതിലും കൊറിയൻ ബന്ധത്തിന് യാതൊരു തെളിവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഫയലുകൾ കണ്ടെത്താൻ ശ്രമം തുടങ്ങിയതായി പോലീസ് അറിയിക്കുന്നു. പുതിയ മോഡൽ ആയതിനാൽ ഫോൺ തുറക്കുന്നത് വെല്ലുവിളിയായിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കി. കൗമാരക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന കൊറിയൻ ഭ്രമം തടയാൻ ബോധവൽക്കരണം നടത്തുമെന്നും ഇതേ സന്ദർഭത്തിൽ എറണാകുളം റൂറൽ SP വ്യക്തമാക്കുന്നു. ബോധവൽക്കരണത്തിന് സ്റ്റുഡൻസ് പ്രൊട്ടക്ഷൻ സ്കീം അടക്കം കൊണ്ടുവരാനുള്ള സാധ്യതകളും ഉണ്ട്. എന്തായാലും ഇത്തരമൊരു സംഭവത്തിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്നത് ഒരു ഭീതിയോടെ കേൾക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. കാരണം കുറച്ചധികം കാലമായിട്ട് കൊറിയക്കാരോടുള്ള സ്നേഹം, ഭ്രമം അത് അധികമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോഷ്യൽ മീഡിയയിലടക്കം ഇവരെന്താണ് കാണുന്നത്, കേൾക്കുന്നത് എന്ന് പോലും മനസ്സിലാകാതിരിക്കുന്ന സുഹൃത്തുക്കളും സഹപാഠികളും അല്ലെങ്കിൽ സിബ്ലിങ്സും ഒക്കെയാണുള്ളത്. ഒരുപക്ഷെ കൊറിയ എന്ന് പറയുന്നത്, മറ്റൊരു ഭാഷ പഠിക്കുക എന്ന് പറയുന്നത്, അവിടുത്തെ രീതികൾ ഇഷ്ടപ്പെടുന്നത് അതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ സ്വന്തം നാട്ടിലെ കാര്യങ്ങളെ എല്ലാം വെറുത്തുകൊണ്ടാണ് ചില വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ചില കുട്ടികൾ ഇത്തരത്തിൽ മറ്റൊരു നാട്ടിലെ രീതികളെ ഇഷ്ടപ്പെടുന്നതും അതിലേക്ക് ഭ്രമത്തോടു കൂടെ മതിമറന്നു പോകുന്നത് എന്നുള്ളതും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അതായത് ഈ പെൺകുട്ടി മരണപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് ഈ പെൺകുട്ടിയെ തിരഞ്ഞു നടന്ന ഒരുപാട് മണിക്കൂറുകളിൽ അപ്പോഴൊന്നും ആർക്കും ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല ഇത്തരത്തിലൊരു കൊറിയ ടച്ചുമായിട്ട് ഈ കേസിന് ഒരു ബന്ധമുണ്ടാകും എന്നുള്ളത്. പക്ഷേ നിർണായകമായി മാറിയത് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ട പാറമടയ്ക്ക് സമീപത്തുണ്ടായിരുന്ന പെൺകുട്ടിയുടെ സ്കൂൾ ബാഗിലുണ്ടായ ഒരു കത്താണ്. ആ കത്തിൽ പെൺകുട്ടി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം അത് തനിക്ക് ഇഷ്ടമല്ല, നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇങ്ങനെയല്ല, ഇതിനൊരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്, തനിക്ക് കൊറിയയിലേക്ക് പോകാനാണ് ആഗ്രഹം, തനിക്ക് അവിടെ ഒരു ആൺ സുഹൃത്തുണ്ട് എന്ന്. ഇത് ഒരുപക്ഷെ ആൺ സുഹൃത്തിനോടുള്ള ഇഷ്ടമാണോ അതോ മറിച്ച് നമ്മളുടെ നാടിനോടുള്ള വെറുപ്പാണോ ഇത്തരത്തിൽ മറ്റു രാജ്യത്തിലുള്ള ആളുകളോട് സ്നേഹം പുലർത്താനുള്ള പ്രവണതയായി മാറുന്നത് എന്നുള്ള സംശയം അടക്കമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും ഇത്തരം അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് ചില ആളുകൾ ആ പെൺകുട്ടിയെ വലയിലാക്കാൻ ശ്രമിച്ചു എന്നത് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് കേസന്വേഷണം. അതേസമയത്ത് ഇത് ഇപ്പോൾ ആദിത്യ മാത്രമാണോ ഇത്തരത്തിലൊരു വലയിൽ കുടുങ്ങിയിട്ടിരിക്കുന്ന ആൾ എന്നതും അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഈ പെൺകുട്ടിയെ പോലെ തന്നെ നിരവധി ആളുകളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ കൊറിയൻ ട്രെൻഡ് ഫോളോ ചെയ്തു വരുന്നത്. കൊറിയ എന്ന് പറയുന്നത് വലിയ എന്തോ സംഭവമാണെന്ന്, കൊറിയയിലെ ഓരോ ബാൻഡും അതിൻ്റെ ഫാൻസ് ആകുക, അവരെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക, അവരെക്കുറിച്ച് ഫോളോ ചെയ്ത് അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും അവർക്കൊപ്പം ആഘോഷിക്കുക എന്നുള്ളതൊക്കെ വലിയ സംഭവങ്ങളായിട്ട് ഏറ്റെടുക്കുന്ന സമൂഹത്തിന് മുന്നിലേക്ക്, അല്ലെങ്കിൽ അത്തരം സമൂഹത്തിലെ ചില കുട്ടികൾക്ക് ഈ പറയുന്നത് പോലെ തെറ്റാണോ ശരിയാണോ എന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഇതുപോലെ ഒരു കുട്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി ഇനി ഒരുപക്ഷെ ഇതേപോലെ തന്നെ മറ്റെന്തെങ്കിലും വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് പെൺകുട്ടിയെ കടത്താനടക്കമുള്ള സാഹചര്യമടക്കം ഉണ്ടാകാനുള്ള അവസരമാണ് ഒരുങ്ങി വരുന്നത്. എന്തായാലും മാതാപിതാക്കൾ അവരുടെ പാരന്റിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കേണ്ടുന്ന അവസ്ഥയിലേക്കാണ്. അതായത് കുട്ടികളെ ഭയപ്പെടുത്തുക എന്നതല്ല, മറിച്ച് കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന തരത്തിൽ അവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ആരോടൊക്കെ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്, അവർ സുരക്ഷിതമാണോ എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ തെറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും അമളി ഉണ്ടാകുമ്പോൾ അതെന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് കുട്ടികൾക്കുണ്ടാകണമെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനുള്ള ഒരു പരിശീലനവും നൽകേണ്ടതുണ്ട്. എന്തായാലും കുട്ടികളുടെ ഭാവിയാണ് ഇവിടെ ഇത്തരത്തിൽ കൊറിയൻ ഭ്രമം കൊണ്ട് തച്ചുടയ്ക്കപ്പെടുന്നത് എന്നതിൻ്റെ നേർചിത്രമാണ് ആദിത്യ. എന്തായാലും ആദിത്യയുടെ മരണ ഈ പറയുന്നത് പോലെ ഒരു വ്യക്തിയുണ്ട് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. അത് കൊറിയക്കാരനല്ല, മറിച്ച് ആരാണ് എന്നുള്ളതാണ് അറിയേണ്ടുന്നത്. ഒന്നുകിൽ ഈ പറയുന്ന പണം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിച്ച ആരോ ഒരാളായിരിക്കാം ഈ കൊറിയൻ സ്നേഹം ഒക്കെ പങ്കുവെച്ചുകൊണ്ട് പിന്നീട് ഈ പെൺകുട്ടിയുടെ കയ്യിൽ പ്രതീക്ഷിച്ചത്ര പണം കിട്ടാനൊന്നും സാധ്യതയില്ല എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഒഴിഞ്ഞു മാറിയ ആരെങ്കിലും ആയിരിക്കാം പിറകിലുണ്ടായിരുന്നത്. അതല്ല എങ്കിൽ ഈ പറയുന്നത് പോലെ പെൺകുട്ടിയെ കടത്താൻ ശ്രമിക്കുന്ന ഏതോ ഒരു വലിയ മാഫിയ സംഘം തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുമല്ല എങ്കിൽ ഈ പെൺകുട്ടിയും
താൻ പറ്റിക്കപ്പെട്ടു എന്നുള്ള വേദന സഹിക്കാതെയാകണം ഒരുപക്ഷെ ജീവനൊടുക്കിയത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്.